വയനാട്ടിലേക്ക് ഒന്ന് പോകണം. അർജുൻ രാജ് തയ്യാറാക്കിയ ഒരു വാർത്തയുണ്ട്. അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മാനന്തവാടിയിലെ വടേരി ശിവക്ഷേത്രം. സ്വയംഭൂവാണ് ഭഗവാൻ എന്നാണ് അവിടുത്തെ ഐതിഹ്യവും സങ്കല്പവും. നമുക്ക് കാണാം വയനാട്ടിലെ മാനന്തവാടിയിലെ വടേരി ശിവക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ഈ ശിവരാത്രി ദിനത്തിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാനന്തവാടിക്കടുത്ത്, വയനാട് മാനന്തവാടിക്കടുത്തുള്ള വടേരി ശിവക്ഷേത്രത്തിലാണ്. ഈ ശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യം ഈ ക്ഷേത്രത്തിന് ഉണ്ട്. സ്വയംഭൂവായിട്ടാണ് ഇവിടെ ഭഗവാൻ കുടികൊള്ളുന്നത്. അത്തരത്തിൽ വലിയ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു പ്രദേശം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. നമുക്ക് കാണുവാൻ സാധിക്കും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഈ പഞ്ചാക്ഷരി മന്ത്രം രാവിലെ തന്നെ അമ്മമാരും മറ്റുള്ളവരും കുട്ടികളും ഒക്കെ അടക്കം എത്തി ഇവിടെ പഞ്ചാക്ഷരി മന്ത്രം എഴുതിക്കൊണ്ട്, അതായത് 108 തവണ പഞ്ചാക്ഷരി മന്ത്രം എഴുതും. ഇത് രാത്രിയോളം തുടരും. അതിനുശേഷം ഈ ഒരു പഞ്ചാക്ഷരി മന്ത്രം തുടർന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തിക്കുന്ന ഒരു ചടങ്ങ്, അത്തരത്തിലുള്ള ഒരു ഭക്തിപരമായ ഒരു ചടങ്ങ് ഇവിടെയുണ്ട്. മാത്രമല്ല മറ്റ് നിരവധി പൂജകളും ഇവിടെ നടക്കുന്നുണ്ട്. ശിവന് പുറമെ മഹാവിഷ്ണുവുണ്ട്, അയ്യപ്പനുണ്ട്. ഇത്തരത്തിൽ നിരവധി ഉപക്ഷേത്രങ്ങളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ വടേരി ശിവക്ഷേത്രം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ, അത് വടക്കേ വയനാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തുകയും അയ്യപ്പന്മാർ കെട്ട് നിറയ്ക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതിനാൽ തന്നെയും ഭാരവാഹികളൊക്കെ ഇവിടെയുണ്ട്. അവരോട് കൂടുതൽ നമുക്ക് ചോദിക്കാം. ഐതിഹ്യപരമായിട്ട് വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. സ്വയംഭൂവായാണ് ശിവൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം ആ രീതിയിലാണ് ശിവൻ ഇവിടെ അറിയപ്പെടുന്നത്. നമുക്ക് ഇവിടെ ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് ഈ ഒരു നമ്മുടെ ക്ഷേത്രത്തിലൊരു പ്രത്യേകത. ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വടക്കേ വയനാട്ടിലെ ഏറ്റവും വലിയ ശിവക്ഷേത്രമാണ് ഈ മാനന്തവാടി ശ്രീ വടേരി ശിവക്ഷേത്രം. വടക്കേ വയനാട് എന്നല്ല, വയനാട് ജില്ലയിൽ തന്നെ. ഇവിടുത്തെ പ്രധാന ആഘോഷം ശിവരാത്രിയാണ്. ഇവിടെ ശിവൻ, പിന്നെ അതേപോലെ തന്നെ ബ്രഹ്മരക്ഷസ്, പിന്നെ മഹാവിഷ്ണു ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം. ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ മാലയിടുന്ന ഒരു ക്ഷേത്രമാണ് ഈ ശ്രീ വടേരി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ബാണാസുര ചക്രവർത്തി ഇവിടെ തപസ് ചെയ്ത് ഇവിടെ തന്നെ ആ ശിവലിംഗം ഉണ്ടാക്കി ഇവിടെ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണിത്. ഇത് ഇവിടുന്ന് ഭൂമിയിൽ അടിയുന്നത്. ഇത് കുഴിച്ചെടുത്തിട്ടാണ് ഈ സ്വയംഭൂവായ ഈ ശിവലിംഗം പുറത്തേക്ക് എടുത്തത്. അത് 1988 കാലഘട്ടത്തിലാണ് പിന്നെ ഇതിൻ്റെ പ്രതിഷ്ഠാ പരിപാടികളൊക്കെ തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ ഇതിൻ്റെ ഓരോരു പടിപടിയായിട്ടുള്ള ഇതിൻ്റെ അങ്ങനത്തെ ഒരു ക്ഷേത്രമാണ് വടേരി ശിവക്ഷേത്രം. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രം തന്നെയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ്. എന്തൊക്കെയാണ് ഒരു പ്രധാന ചടങ്ങുകൾ? പിന്നെ സുരേഷ് എന്തൊക്കെയാണ്? മൃത്യുഞ്ജയമാണ്. ഒരു ദിവസം ഒരു മൃത്യുഞ്ജയമായി നടത്തുള്ളൂ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് മൃത്യുഞ്ജയമാണ്. പിന്നെ ജലധാര, പിൻവിളക്ക്, ഗോളമാല, പിന്നെ മഹാവിഷ്ണുവിന് സർപ്പബലിയുണ്ട്. പിന്നെ പ്രതിഷ്ഠാദിനം, പുത്തരി, പിന്നെ ഉമാമഹേശ്വര പൂജ, ഉത്സവങ്ങൾ ശിവരാത്രിയാണ് മെയിനായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ പുത്തരി ഉണ്ട്, പിന്നെ തിരുവാതിര ആഘോഷിക്കും, ചക്രാംബുജ പൂജയുണ്ട്, സർപ്പബലി, പ്രതിഷ്ഠാദിനം. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വലിയ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. പ്രത്യേകിച്ച് ശിവന്റെ ക്ഷേത്രമായതിനാൽ തന്നെ ഇവിടെ ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രത്യേകതയാണുള്ളത്. ഭക്തിനിർമ്മലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാനന്തവാടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. എന്തിനാ കൂടിയും ഒരു ടൗണിൻ്റെ ഒരു ബഹളമോ ഒന്നുമില്ലാതെ വലിയ ശാന്തമായ രീതിയിൽ ടൗണിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു ക്ഷേത്രം. അത്തരത്തിൽ തൊട്ടപ്പുറത്ത് തന്നെയാണ് വള്ളിയൂർക്കാവ്, പ്രശസ്തമായ വള്ളിയൂർക്കാവ് ക്ഷേത്രമുള്ളത്. ആ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വടേരി ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്.